താമരശ്ശേരി ചുരം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ജനകീയ സമരജാഥ സംഘടിപ്പിച്ചു. അടിവാരത്ത് നിന്നും ആരംഭിച്ച ജനകീയ സമരജാഥ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിച്ചു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്, ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഇനി ഞങ്ങളെ ഇതുപോലെയുള്ള അവസരങ്ങളിൽ യാത്ര ചെയ്ത് ഇപ്പൊ 2 ദിവസത്തെ യാത്ര വ്യാപാര വ്യവസായി ഏകോപന സമിതിയും അതോടൊപ്പം ഈ കമ്മിറ്റി അംഗങ്ങളും 2 ദിവസത്തെ യാത്ര എത്രയോ സാമ്പത്തികമായിട്ടുള്ള പണം ആവശ്യമായിട്ടുണ്ട്. ചുരത്തിലെ അനുദിന ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം കാണുക, നിർദ്ദിഷ്ട ചുരം റോഡ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക, പ്രകൃതി രമണീയമായ വയനാട് ചുരത്തിന്റെ പൈതൃകം കാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുരം റോഡ് ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റിയുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് വയനാട് ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ജനകീയ സമരജാഥ നടത്തുന്നത്. ജനകീയ സമരജാഥ 2ാം ദിവസം കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്നും ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ചേപ്പാല ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പരിപാടിയിൽ PM ഉമ്മർ മാസ്റ്റർ, BJP സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് തേവള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷറ ഷാഫി തുടങ്ങിയവരും സംബന്ധിച്ചു. വയനാട് ജില്ലാ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് TRO കുട്ടനാണ് ജാഥ ലീഡർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.